ടോയ് സ്റ്റോറി 5 കണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി മൂവിയാണ്. ടോയ് സ്റ്റോറി 5ലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ കണ്ട ടോയ് സ്റ്റോറി മൂവീസിലുള്ള ഒരു കോൺസെപ്റ്റോ സ്റ്റോറി ടെല്ലിംഗോ അല്ല, കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് കോൺസെപ്റ്റ് ആണ് അവർ ട്രൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ സിനിമ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക് വിയസ് ടോയ്സ് ആണ്. അതായത് ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, ജനറേഷനിലുള്ള കുട്ടികൾക്ക് ടോയ്സും കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് ഫോണോ ടാബ്ലറ്റോ എന്തും മതി. അതിന്റെ അകത്താണ് അവർ ട്രാപ്പ് ആയിരിക്കുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ ഫോണോ ടാബോ മാത്രം കയ്യിൽ മതി. അതിന്റെ പുറത്തുള്ള ലോകം എന്താണെന്നോ അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നോ മിക്കവർക്ക് അറിയത്തില്ല. ഈ ഒരു സിനിമ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ഒരു കുട്ടികൾക്കല്ല, ഈ കുട്ടികളുടെ പാരന്റ്സിനാണ്. അതായത് അവരൊരു കയ്യിലൊരു ഫോണോ ടാബോ കൊടുത്താൽ അവരുടെ കാര്യം തീർന്നു. കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും, വേറെ എവിടെയും പോകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഫോൺ മാത്രം കണ്ടുകൊണ്ടിരുന്നോണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് പിന്നീട് ഒരു അഡിക്ഷൻ ആയിട്ട് മാറും. ചിലപ്പോൾ ഒരു ടൈമിലുള്ള വിഷമത്തിനോ അല്ലെങ്കിൽ ഒരു ടൈമിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കും ഫോണോ ടാബോ കൈ കൊടുക്കുന്നത്. പിന്നീട് അത് അങ്ങോട്ട് പോകും തോറും 24/7 അതില്ലാതെ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിപ്പോ. സോ പിന്നീട് അവർ അതിൽ നിന്ന് മാറ്റാനൊന്നും ഭയങ്കര പാടായിരിക്കും. ആ ഒരു കാര്യം എങ്ങനെ സോൾവ് ചെയ്യാമെന്നും അതല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ കുട്ടികളെ പുറത്തു കൊണ്ടുവരാമെന്നും ഈ സിനിമ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൂടെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കുട്ടിയുണ്ട്, ആ ഒരു കുട്ടിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു കുട്ടി ഒറ്റപ്പെട്ടിരിക്കാന്ന് കരുതിയിട്ട് പാരന്റ്സ് എന്ത് ചെയ്യും, ഒരു ടാബ് വാങ്ങിച്ചു കൊടുക്കും. പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ടെക്നോളജിയെ വേണ്ടെന്ന് എവിടെയും പറയുന്നില്ല. അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് പോകും തോറും ടെക്നോളജി ഒരു മേജർ പാർട്ടാണ് ലൈഫിന്റെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടെക്നോളജി ഉണ്ടല്ലോ, ആ ഫോണിനും ടാബിനും, അതിൽ നിന്ന് അവരെങ്ങനെ പുറത്തു കൊണ്ടുവരാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ ആ ഒരു ടൈം പീരീഡിൽ വേണ്ട കാര്യം എന്താണെന്നാണ് ഈ സിനിമ സംസാരിച്ചിരിക്കുന്നത്. ഇതൊരു ഉപദേശ പടമൊന്നുമല്ല. ടോയ് സ്റ്റോറി മൂവി ഫ്രാഞ്ചൈസി കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ ടോയ് സ്റ്റോറിയുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ടോയ്സിന് പരസ്പരം സംസാരിക്കാൻ പറ്റിയാലോ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റിയാലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കിഡ്സിനെ അവർ ഹാപ്പി ആക്കാൻ വേണ്ടി ആ ടോയ്സ് എന്തും ചെയ്യും. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. സോ ആ ഒരു കോൺസെപ്റ്റിലോട്ട് ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് അവർ അവരുടേതായിട്ടുള്ള ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുമ്പോൾ സ്വന്തമായിട്ട് വേൾഡും ക്യാരക്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി ആയാലും അവരുടെ മൈൻഡ് ആയാലും പുതിയതായിട്ട് തിങ്ക് ചെയ്യാനും എല്ലാവർക്കും പറ്റും. സോ അങ്ങനത്തെ രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അതിന്റെ കൂടെ ടെക്നോളജി വേണം, ഇല്ലാന്നല്ല. പക്ഷെ രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഏജ് വരെ ആ ഒരു ടെക്നോളജി അഡിക്ഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു സിനിമയിൽ ആ ഒരു ടോയ്സ് ടെക്നോളജിയുടെ ഹെൽപ്പോടെയാണ് ഒരു കാര്യത്തിലോട്ട് ഒരു കിടക്കുന്നത്. അതെല്ലാം വളരെ നൈസ് ആയിട്ടാണ് സിനിമയിൽ സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ ടോയ്സും ഉണ്ടാന്ന് ചോദിച്ചാൽ എല്ലാവരും ഇല്ല. മെയിൻ ആയിട്ട് വരുന്ന നമ്മൾ ജെസ്സിയും ഉഡിയും ബസ്സും ഒക്കെയാണ്. ബാക്കി എല്ലാവരും ജസ്റ്റ് ഒരു ക്യാമിയോ പോലെ അവിടെ ഇവിടെ വന്ന് പോകുന്നേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ജെസ്സിയാണ്. ജെസ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉഡിയും ബസ്സൊക്കെ വരുന്നത്. എല്ലാ പാരന്റ്സും സിനിമ കണ്ടിരിക്കണം. ആൻഡ് എല്ലാ കുട്ടികൾക്കും സിനിമ കാണിച്ചു കൊടുത്തിരിക്കണം. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു സ്റ്റേജിങ് ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു കുട്ടിയുടെ ലൈഫിൽ നിന്ന് ആ ഒരു ടോയ്സ് മാറി ടെക്ക് വരുന്നതും ആ ടെക്കിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത ട്രാപ്പായിരിക്കുന്നതും, പിന്നീട് ഇമോഷൻസ് ഇല്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ലൈഫിൽ പിന്നീട് നടക്കുന്ന ഇവന്റ്സും അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നതും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആനിമേഷൻ മൂവിയാന്ന് പറഞ്ഞ് കാണാതിരിക്കരുത്, എല്ലാവരും കണ്ടു നോക്കുക. എനിക്ക് ഓവറോൾ മൂവി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു നൈസ് മൂവിയാണ്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.